നമസ്കാരം. ഇറാനും അമേരിക്കയും തമ്മിൽ പശ്ചിമേഷ്യയിൽ നടക്കുന്ന ആഭ്യന്തര യുദ്ധം ലോക വ്യോമയാന മേഖലയാകെ കടുത്ത പ്രതിസന്ധിയിലാക്കിയിരിക്കുകയാണ്. യുദ്ധത്തെ തുടർന്ന് വ്യോമപാതകളിലുണ്ടായ തടസ്സങ്ങളും വിമാന ഇന്ധന വിലയിലുണ്ടായ അനിയന്ത്രിതമായ വർധനവും ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രായം കുറഞ്ഞ വിമാന കമ്പനിയായ ആകാശ എയറിനെ കനത്ത സാമ്പത്തിക പ്രതിസന്ധിയിലേക്ക് തള്ളിവിട്ടിരിക്കുകയാണ്. ഒരു വിമാന കമ്പനിയുടെ പ്രവർത്തന ചെലവിന്റെ 40% വരുന്നത് ഇന്ധനത്തിനായുള്ള തുകയാണ് എന്നതിനാൽ ഇപ്പോഴത്തെ യുദ്ധ സാഹചര്യം കമ്പനിയുടെ മേൽ വലിയ സാമ്പത്തിക ബാധ്യതയാണ് വരുത്തിവെച്ചിരിക്കുന്നത്. ഈ വെല്ലുവിളികളെ മറികടന്ന് മുന്നോട്ട് പോകുന്നതിനായി ഇക്വിറ്റിയിലൂടെയും കടപ്പത്രങ്ങളിലൂടെയും ഏകദേശം 10.5 ബില്യൺ രൂപ $110 ദശലക്ഷം സമാഹരിക്കാനുള്ള കഠിന ശ്രമത്തിലാണ് ആകാശ എയർ ഇപ്പോൾ. ഇതിനായി നിലവിലുള്ള നിക്ഷേപകരെയും ഒപ്പം 2 പുതിയ വിദേശ നിക്ഷേപകരെയും സമീപിച്ച് 8 ബില്യൺ രൂപ സമാഹരിക്കാനാണ് കമ്പനി ലക്ഷ്യമിടുന്നത്. ഇതിനു പുറമെ യുദ്ധം മൂലം കനത്ത നഷ്ടം നേരിടുന്ന വിമാന കമ്പനികൾക്കായി കേന്ദ്ര സർക്കാർ പ്രഖ്യാപിച്ചിട്ടുള്ള പ്രത്യേക ക്രെഡിറ്റ് ലൈൻ പദ്ധതി ഉപയോഗപ്പെടുത്തി പൊതുമേഖലാ ബാങ്കുകളിൽ നിന്നും 2.5 ബില്യൺ രൂപയുടെ കടമെടുക്കാനും കമ്പനി ചർച്ചകൾ നടത്തുന്നുണ്ട്. 2022 ഓഗസ്റ്റിൽ സർവീസ് ആരംഭിച്ചതും SNV ഏവിയേഷൻ പ്രൈവറ്റ് ലിമിറ്റഡ് ഉടമസ്ഥയിലുള്ളതുമായ ആകാശ എയർ കഴിഞ്ഞ വർഷം ജൂണിൽ വൻതോതിൽ ഫണ്ട് സമാഹരിച്ചിരുന്നു. എന്നാൽ അതിനുശേഷമുണ്ടായ പശ്ചിമേഷ്യ യുദ്ധം കമ്പനിയുടെ എല്ലാ സാമ്പത്തിക കണക്കുകൂട്ടലുകളെയും തെറ്റിച്ചു. വിപണിയിലെ ഈ പ്രതിസന്ധി ആകാശ എയറിനെ മാത്രമല്ല ഇന്ത്യയിലെയും വിദേശങ്ങളിലെയും പ്രമുഖ വിമാന കമ്പനികളെയും ബാധിച്ചിട്ടുണ്ട്. ടാറ്റ ഗ്രൂപ്പിന്റെ ഉടമസ്ഥയിലുള്ള എയർ ഇന്ത്യ തങ്ങളുടെ ചരിത്രത്തിലെ ഏറ്റവും വലിയ സാമ്പത്തിക നഷ്ടമാണ് ഈ വർഷം രേഖപ്പെടുത്തിയത്. പ്രതിസന്ധി മറികടക്കാൻ അവർ സിംഗപ്പൂർ എയർലൈൻസ് ഉൾപ്പെടെയുള്ള തങ്ങളുടെ സ്ഥാപകരിൽ നിന്നും വൻതോതിൽ പണം ആവശ്യപ്പെടുകയാണ്. മറ്റൊരു ബജറ്റ് വിമാന കമ്പനിയായ സ്പൈസ് ജെറ്റും കേന്ദ്ര സർക്കാരിന്റെ പ്രത്യേക സാമ്പത്തിക സഹായ പദ്ധതിയുടെ ഭാഗമായി ബാങ്കുകളിൽ നിന്നും 5 ബില്യൺ രൂപ സമാഹരിക്കാൻ ശ്രമിക്കുന്നുണ്ട്. ആകാശ എയറിന്റെ പുതിയ ഫണ്ട് സമാഹരണത്തിൽ കമ്പനിയുടെ നിലവിലുള്ള ഉടമകൾ 5 ബില്യൺ രൂപ നിക്ഷേപിക്കും. ബാക്കി തുക ഏഷ്യയിൽ നിന്നും അമേരിക്കയിൽ നിന്നുമുള്ള ഓരോ പുതിയ നിക്ഷേപകരിൽ നിന്നായിരിക്കും കണ്ടെത്തുക. എന്നാൽ സാമ്പത്തിക സമാഹരണ വാർത്തകളോട് കമ്പനി നേരിട്ട് പ്രതികരിച്ചില്ലെങ്കിലും തങ്ങളുടെ വളർച്ചാ പദ്ധതികളെ ശക്തിപ്പെടുത്തുന്നതിനായി കേന്ദ്ര സർക്കാരിന്റെ പ്രത്യേക ക്രെഡിറ്റ് പദ്ധതി ഉചിതമായ രീതിയിൽ പ്രയോജനപ്പെടുത്തുമെന്ന് ആകാശ എയർ വ്യക്തമാക്കുന്നുണ്ട്. ആകാശ എയറിന്റെ സ്ഥാപകനും ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറുമായ വിനയ് ദുബെ, പരേതനായ ശതകോടീശ്വരൻ രാകേഷ് ജുൻജുൻവാലയുടെ കുടുംബം, 361 അസസ്റ്റ് മാനേജ്മെന്റ് എന്നിവരാണ് കമ്പനിയുടെ പ്രധാന ഓഹരി ഉടമകൾ. യുദ്ധം വരുത്തിവെച്ച കനത്ത പ്രതിസന്ധികൾക്കിടയിലും രാജ്യത്തെ വ്യോമയാന വിപണിയിൽ സർവീസുകൾ ഗണ്യമായി വർദ്ധിപ്പിച്ച ഏക വിമാന കമ്പനി ആകാശ എയർ ആയിരുന്നു. ഈ വർഷം മാർച്ചിലും ഏപ്രിലും രാജ്യത്തെ മൊത്തം വിമാന സർവീസുകൾ എണ്ണത്തിൽ 6% കുറവുണ്ടായപ്പോൾ മുംബൈ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ആകാശ എയർ തങ്ങളുടെ സർവീസുകളിൽ 13.2% വർധനവും രേഖപ്പെടുത്തി. 40ഓളം ബോയിങ് 737 മാക്സ് വിമാനങ്ങൾ സ്വന്തമായുള്ള ഈ കമ്പനിയുടെ പ്രവർത്തന വരുമാനത്തിൽ മുൻവർഷത്തെ അപേക്ഷിച്ച് 37% വർധനവുമുണ്ട്. വിമാനങ്ങളിലെ സീറ്റുകളുടെ എണ്ണത്തിലുണ്ടായ 30% വളർച്ചയാണ് ഇതിന് തുണയായത്. നിലവിലെ സാമ്പത്തിക വർഷത്തിലും സർവീസുകൾ 30% വർദ്ധിപ്പിക്കാനാണ് തങ്ങൾ ലക്ഷ്യമിടുന്നതെന്ന് കമ്പനിയുടെ ചീഫ് ഫിനാൻഷ്യൽ ഓഫീസർ അങ്കു ഗോയൽ വ്യക്തമാക്കി. പശ്ചിമേഷ്യയിലെ യുദ്ധഭീഷണി പൂർണ്ണമായും മാറിയില്ലെങ്കിലും പുതിയ മൂലധന സമാഹരണത്തിലൂടെ വിപണിയിലെ തങ്ങളുടെ സ്ഥാനം കൂടുതൽ ശക്തമാക്കാനാണ് കമ്പനി ഉറച്ചു തീരുമാനിച്ചിരിക്കുന്നത്.